ജീവിതത്തോട് പോരാടി ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന വനിതാ രത്നങ്ങളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ മഞ്ജു ചേച്ചിയും രാഹുലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ഹോമിലെ വിശേഷങ്ങളും അവരുടെ പേഴ്സണൽ വിശേഷങ്ങളും അവരുടെ പാട്ടും ഗെയിമും ഒക്കെ ഇനിയുള്ള അരമണിക്കൂർ നമുക്ക് കാണാം. സോ അവരെ രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം മഞ്ജു ചേച്ചി ആൻഡ് രാഹുൽ. അപ്പോൾ രാഹുൽ ആൻഡ് മഞ്ജു ചേച്ചി, അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഞങ്ങളുടെ അതിഥികളായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ ഷോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? രാഹുൽ പറയും. ഈ പ്രോഗ്രാം മുമ്പ് കണ്ടിട്ടുണ്ട്. കുറേ പ്രാവശ്യം സുന്ദരിയായിട്ടുള്ള ശ്വാസിക ഉള്ളത് കൊണ്ടും സത്യം രാഹുൽ പറഞ്ഞത് സത്യമാണ്. ചേച്ചി മുകളിലേക്ക് ഒന്ന് നോക്കണ്ട, അവിടെ ആരുമില്ല, ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഒരു ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മ്യൂസിക്കായിട്ട് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ലൈവായിട്ട് ആദ്യമായിട്ട് അങ്ങനത്തെ ഷോ കൊണ്ടുവന്നത് തന്നെ അതെ അമൃത ടി വിയിലെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും വേറെ ഐ മീൻ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ചാനലല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു അടുപ്പം എന്തായാലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മൾ ഇരിക്കും. എനിക്ക് പണ്ട് എൻ്റെ മുത്തശ്ശി ഭയങ്കര ഇമോഷണലാണ് ഞാൻ. അപ്പോൾ മുത്തശ്ശി ഇപ്പം ഇല്ല. അപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനം സന്ധ്യ കേൾക്കും. അപ്പം അത് മുത്തശ്ശി എപ്പോഴും കേൾക്കുന്ന. അപ്പോൾ അത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഡേ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നാമം ഉണ്ടല്ലോ. അപ്പം അത് എപ്പോഴും മുത്തശ്ശി കേൾക്കുന്നതുകൊണ്ടും അത് മുത്തശ്ശി ഓർമ്മ വരുത്താനുള്ള ഒരു കാര്യമായിട്ടും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എപ്പോഴും ഒരു എൻകറേജിങ് ആയിട്ടുള്ളതാണ്. പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാം എന്നുള്ള പെൺകുട്ടികൾക്ക് എല്ലാം ചെയ്യാം. താങ്ക് യു സോ മച്ച് രണ്ടുപേരും ഇവിടെ വന്നതില്. നമുക്ക് രാഹുലിന്റെ ഒരു പാട്ട് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ആ പാട്ട് തന്നെ ആവട്ടെ. ആയിക്കോട്ടെ. യെസ്. അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ. അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ. തിരയിൽ 100 ജലകണങ്ങൾ അതിലോ ഞാനൊരു കണം. നോവുമീ സുഖാനുഭവമതിനേഴു വർണ്ണമോ. ഓ ഓ താങ്ക് യു. അപ്പോ തട്ടത്തിൻ മറയത്താണ് ആദ്യമായിട്ട് പാടിയത്. ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആ സിനിമയിലൂടെയാണ്. അപ്പം എങ്ങനെയായിരുന്നു വിനീതേട്ടനുമായിട്ടുള്ള സൗഹൃദം മുന്നേ ഉണ്ടായിരുന്നു? അത് എങ്ങനെയാണ് എൻട്രി? ഞാൻ ഷാൻ റഹ്മാനായിട്ടായിരുന്നു, ഐ മീൻ ചേട്ടനായിട്ടായിരുന്നു കൂടുതൽ. ഐ മീൻ എൻ്റെ ഒരു ആദ്യത്തെ ഡെമോ എടുത്തു തന്നത് ഷാൻ ചേട്ടനാണ്. അങ്ങനെ വിനീതേട്ടൻ പാട്ട് കേട്ടു. അപ്പൊ ആ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എടുക്കാം എന്നുള്ളത് തോന്നിയതുകൊണ്ടായിരിക്കാം. അതിനുശേഷം പിന്നെ എല്ലാം സൂപ്പറായിരുന്നു. അത്യാവശ്യം. മഞ്ജു ചേച്ചിയുടെ ആ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാം എങ്ങനെ പോകുന്നു? നല്ല ഫോമിലായി പോകുന്നുണ്ടോ? ഫാം നല്ല ഫോമിലായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, അത് പറയൂ. ഫാം ഇവിടെ ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലിലാണ് ഫാം ഉള്ളത്. ആക്ച്വലി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു എല്ലാം കൂടി ചേർന്നിട്ടൊരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാം ടൂറിസം അതൊക്കെ ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ കൊറോണ അളിയൻ വന്നിട്ട് കംപ്ലീറ്റ് മാറ്റി മറിച്ചിട്ട് പണിക്കാരെയും കിട്ടിയില്ല, സാധനങ്ങളും കിട്ടിയില്ല. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ, ട്രാൻസ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഒരുവിധം എങ്ങനെയൊക്കെ തരണം ചെയ്ത് ഏകദേശം ഒരു വർഷം കൊണ്ട് അതിൽ കുറച്ച് സാധനങ്ങൾ ഇട്ട് തുടങ്ങി. കുറച്ച് കോഴി, കുറച്ച് ആട്, അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ ഒരു 5 പോത്ത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു. അതെടുത്ത് വളർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തന്ന ആള് തന്നെ വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പോത്ത് കൃഷി സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന്, പോത്ത് ഫാമായിട്ട് തുടങ്ങിക്കൂടെ. ഞങ്ങളൊരു എന്താ പറയുക, ഒരു വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്, ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് പോത്ത് ഫാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എങ്കിലും മഞ്ജു പിള്ളയ്ക്ക് പോത്ത് ഫാം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പോത്ത് ഫാം ആണ് നടത്തുന്നതെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിൽ എല്ലാം ഉണ്ട്. ഫാമിൽ നിന്നാണ് ഞാൻ കുട്ടിയമ്മയിലേക്ക് പോയത്. ഫാമിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോത്ത് ഫാമിൽ നിന്ന് നേരെ ഹോമിലേക്ക് കുട്ടിയമ്മയായി മാറി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് പോലെ ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗസ്റ്റിനെ വിളിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഡാൻസ് ആയിരിക്കും മെയിനായിട്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡാൻസ് കാണാനുള്ള ഒരു
മനസ്സുണ്ടല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ ഇന്ന് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയൊക്കെ അറിയായിരിക്കും പേഴ്സണലായിട്ട്. ഒരുപാട് നമ്മൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ള, നമ്മുടെ കൂടെയൊക്കെ എപ്പോഴും ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇപ്പോഴത്തെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഫേമസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. ജാൻമണി. ജാനു ജാനു. അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ജാൻമണി. മഞ്ജു ചേച്ചിയുടെ ജാനു ആണ്, നമുക്ക് എല്ലാവർക്കും ജാനു ആണ്. രാഹുൽ, അപ്പൊ ഇതാണ് നമ്മുടെ ജാൻമണി. അപ്പൊ ജാൻമണി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു ലൈഫ്? എല്ലാവർക്കും സെയിം അല്ലേ? അതെ, അപ്സ് ഡൗൺ ആൻഡ് കോർണർ. പക്ഷെ എന്നാലും ജാൻമണിയുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം. എല്ലാവരും ആ ഒരു ഡ്രീം അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യൂ. എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ? നമ്മളുടെ ലൈഫ് ആർക്കോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, കുറേ ആൾക്കാർ പറയും. ഈ ജസ്റ്റ് 4-5 days back I was just normally checking something, then I found one thing, 3, 6 and 9. I thought, shit, it's wow. And then I checked it. 3 is God, Brahma, Vishnu and Shivan. 3 times, past, present and future. 6 has the double, because that Brahma has Saraswati, Vishnu has Lakshmi, Shivan has Parvati. So it's 6. So 9 I found, we have the Navagraha. And when we are born, namukku 9 months pregnant ullu. I was just thinking, like, because sometimes I related these things I'm talking about, because here people have that problems. Sometimes I'll also listen, hey, ada arane, ada umbade. They will say, yes. people will like my friends are there who feel very bad, so they're saying calling like this. So I just want to say that people see, God has given us 3 number also, because male, female and third gender. Number 3. North India people call 6 and South India people call 9. So we are living on the top then. Then why should we have to feel bad? മഞ്ജു ചേച്ചി പേഴ്സണലി ജാനുവിനെ അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ ജാനുവിന്റെ ഹാർഡ് വർക്കിനെ കുറിച്ചിട്ട്? ജാനു വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ആൻഡ് എന്താ പറയണ്ടേ, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ആൾക്കാർ വർക്ക് ചെയ്ത കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ജാനുവിനെ കുറിച്ച് ഞാൻ അതിന് മുമ്പ് ജാൻമണി ഇവിടുത്തെ ടോപ്പ് മേക്കപ്പ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നറിയുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജാനുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ജാനു എനിക്ക് ഒരു ദിവസം മേക്കപ്പ് ചെയ്ത് തരും. അന്ന് my most sweetest time. Love you. എനിക്കൊന്ന് ചെയ്തു തരണം, ഞാൻ ചെയ്തു തരും ചേച്ചിക്ക് മേക്കപ്പ്, ഞാൻ ചെയ്തു തരും ചേച്ചിക്ക് എന്ന് പറഞ്ഞു. എന്താ പറയുക, വളരെ സിമ്പിളാണ്, വളരെ ഹംപിളാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ലവബിളാണ്. ആൻഡ് ആരൊക്കെ, അതായത് നമ്മുടെ മലയാളി ഹീറോയിൻസ് അല്ലാതെ പുറത്ത് വേറെ ആരെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? I work 2011 with Deepika, then I work for Genelia D'Souza, I work with Revati ji, I work for Jayaprada ji and Seema Biswas, I work for Samira Reddy, I work with Vikram sir, Vijay sir and Surya and ആൻഡ് കുറെ അച്ചീവ്മെന്റ്സ്, അതായത് ഒരു 21 അവാർഡ്സ് അല്ലേ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ കരസ്ഥമാക്കിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അല്ല, ഇത്രയും ചോദിച്ചല്ലോ, എങ്ങനെ കേരളത്തിൽ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു. അത് ചോദിച്ചില്ല, എങ്ങനെ കേരളത്തിൽ എത്തിപ്പെട്ടു? എനിക്ക് അറിയില്ല, നമ്മൾ മേലേക്ക് അല്ലേ, റെയിൻ ഉണ്ട്, സ്ലീപ്പ് ആയി. ഞാൻ സത്യം പറഞ്ഞില്ലേ, മേക്കപ്പ് ശരിക്കും ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ഗുരുവാണ് രാത്തുൽ ബോറോ, പക്ഷെ എനിക്ക് പഠിക്കുന്ന ആള് ഒരു ലൈറ്റ് മാൻസ്, പിന്നെ ക്യാമറാമാൻ, ദെൻ ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഞാൻ കുറേ ടൈമിൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. രഞ്ജിനി ചേച്ചി, എനിക്ക് പൂർണിമ ചേച്ചി, രഞ്ജിനി ചേച്ചിയുടെ കയ്യിൽ കുറേ പഠിച്ച്. രഞ്ജിനി ചേച്ചി നല്ല ചീറ്റ പറയാം. They are like everyone. Basically, one makeup artist, when they become
പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് പറഞ്ഞില്ല. നമുക്ക് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ്മാൻ ക്യാമറമാൻ നമ്മളുടെ ഡിഫക്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കും. സോ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ലൈറ്റിന്റെ എഡ്യൂക്കേഷൻ ഒന്നുമില്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യും, പിന്നെ ചോദിക്കില്ല. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ I had my experience. I work with the most biggest director in Malayalam industry, Tamil industry. I work with Telugu, Tamil, Malayalam, Kannada, 4 industry, Assamese, Bengali. But then I work for Delhi. Like topmost India's most biggest photographer, Tarun Keval and Tarun Mishra. I had worked with them. I work for in Kerala most like a senior makeup artist Anil Kumar sir and Venkat Ram, Kartik Srinivasan. So then when we are working, so I always ask them like what kind of lights they are using. So like how much power they have. So according to that only that we have to think like 3-4 person. ഇപ്പം മഞ്ജു ചേച്ചിയുടെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫ്ലോറിലെ ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ട്, അത് ഫസ്റ്റ് നോക്കണം. പിന്നെ ആ ലൈറ്റിലെ മേക്കപ്പ് ചെയ്യുന്ന മഞ്ജു ചേച്ചിക്ക് കാണാൻ രസമുണ്ട്, മഞ്ജു ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ സൈഡിലെ നമുക്ക് കാണണം. അതാ കണ്ടിട്ട് നമുക്ക് ഒരു ഡയറക്ടർ സൈഡിലെ കാണണം. കാരണം ഈ സിറ്റുവേഷന് ഇപ്പൊ മൂവി പഠനയില് നമുക്ക് ഇപ്പൊ ഹെവി മേക്കപ്പ് പറ്റില്ല. കാരണം നമുക്ക് ബേസിക്കലി വൺ ക്യാരക്ടേഴ്സ് വി ഹാവ് ടു ഗോ ഇൻസൈഡ്. ഇറ്റ്സ് വെരി ഈസി ബട്ട് വെരി ഡിഫിക്കൽട്ട്.